എക്സാമ്പിൾസ് നോക്കുകയാണ് റിങ്ങിൻ്റെ. അതിനകത്തിൽ എക്സാമ്പിൾ 1 ഇല്ലസ്ട്രേറ്റ് ചെയ്ത് പഠിച്ചു. ഇതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓരോന്നിൻ്റെയും എഴുതി നോക്കിയാൽ മതി. നമുക്ക് എക്സാമ്പിൾ 2 നോക്കാം. ദ സെറ്റ് Zn is equal to 0, 1, etc. up to n-1 under addition and multiplication modulo n is a commutative ring with the unity 1. The set of units is u of n. Z of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലും 0, 1 up to n-1. അവിടുത്തെ ഓപ്പറേഷൻസ് അഡിഷൻ മോഡുലോ എന്നും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്നും ആണ്. ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി 1 ആണ്. ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിങ് ആണ്. നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യും? അഡിഷൻ. അപ്പോൾ അത് പ്രോപ്പർട്ടി എഴുതുമ്പോൾ നിങ്ങൾ അഡിഷൻ മോഡുലോ എൻ ആണല്ലോ നമ്മുടെ ഓപ്പറേഷൻ. അപ്പോൾ അത് സിമ്പിളിൽ കാണിക്കുന്ന പ്ലസ് ഇട്ടിട്ട് പ്ലസിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ ചെറുതായിട്ട് സഫിക്സ് ആയിട്ട് എൻ, സ്മോൾ ലെറ്റർ എൻ എഴുതുക. അതേപോലെ ഡോട്ട് ഇട്ടിട്ട് റൈറ്റ് സൈഡിൽ ഡോട്ടിൻ്റെ റൈറ്റ് സൈഡ് ഇച്ചിരി താഴെയായിട്ട് സ്മോൾ ലെറ്റർ എൻ എഴുതുക. അപ്പം അങ്ങനെ നേരത്തെ പോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസ് എഴുതുക. യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫണ്ണാണ്. ദ സെറ്റ് ഓഫ് യൂണിറ്റ്സ് എന്താണ്? യു ഓഫ് എൻ. യു ഓഫ് എന്നിനകത്ത് വരുന്ന ആൾക്കാർ എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ളവരാണ്. എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ളവർക്ക് എല്ലാം സെഡിനകത്തിൽ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എക്സാമ്പിൾ വേണമെങ്കിൽ എടുത്ത് നോക്കാം. Z3, Z4 ഒക്കെ എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ളവർക്ക് ഇൻവേഴ്സ് ഉണ്ടോ അല്ലാത്തവർക്ക് ഇൻവേഴ്സ് ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ 3, ദ സെറ്റ് Z of x of all polynomials in the variable x with integer coefficients under ordinary addition and multiplication is a commutative ring with unity f of x is equal to 1. Z of x of പോളിനോമിയലിൻ്റെ റിംഗ് ആണ്. അപ്പോൾ അത് ഇതേപോലെ പോളിനോമിയൽസിൻ്റെ അഡിഷനും പോളിനോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷനായിട്ട് എടുക്കുന്നു. ഇതേപോലെ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്കറിയാം, അസോസിയേറ്റീവ് ആണെന്നറിയാം, സീറോ പോളിനോമിയലാണ് അവിടുത്തെ ഐഡൻറ്റിറ്റി എന്നറിയാം. എല്ലാ പോളിനോമിയലിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് കോഎഫിഷ്യൻസ് എടുത്തിട്ടുള്ള പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഇൻവേഴ്സ് ആയിരിക്കും എന്നറിയാം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് എന്താണ് ഒരു റിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ യൂണിറ്റി എന്ന് പറയുന്നത് f of x = 1 ആണ്. അടുത്തത് M2 of Z എന്ന് പറഞ്ഞാൽ 2x2 മെട്രിസസ് വിത്ത് ഇൻറ്റിജർ എൻട്രീസ് ആണ്. നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ് വിത്ത് യൂണിറ്റി നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് M2 of Z. അതിനകത്തിൽ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആവാൻ കാരണം നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. Example 5, the set 2Z of even integers under ordinary addition and multiplication is a commutative ring without unity. അപ്പോൾ 2Z ഇതേപോലെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിനൊന്നും പാടില്ല. വിത്തൗട്ട് യൂണിറ്റിയാണ്. കാരണം 2Zനകത്തിൽ എന്തില്ല, 1 വരത്തില്ലല്ലോ. 1 അതേപോലെ തന്നെ ഐഡൻറ്റി എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അടുത്ത എക്സാമ്പിൾ 6, the set of all continuous real valued functions of a real variable whose graphs pass through the point 1, 0 is a commutative ring without unity under the operations of point-wise addition and multiplication. കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് എ റിയൽ വേരിയബിൾ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ ഗ്രാഫ് 1, 0 പാസ് ചെയ്യുന്നതായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 ആവുമ്പോൾ വൈയുടെ വാല്യൂ 0 ആവുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു വാല്യൂ ഉണ്ട് അതിന്. അതായത് 1, 0 പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്തൗട്ട് യൂണിറ്റി. വിത്ത് യൂണിറ്റി സാധാരണ നമ്മൾ f of x = 1 നമ്മൾ യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ f of x = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 1 കൊടുത്താലും f of x 1 തന്നെ ആവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും 1 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും 1, 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തില്ല, 1, 1 പാസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മുടെ f of x = 1 ഇതിനകത്ത് വരത്തില്ല. അതുകൊണ്ട് ഇതിന് വിത്തൗട്ട് യൂണിറ്റി ആണ്. പോയിൻ്റ് വൈസ് അഡിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്, ദാറ്റ് ഈസ് ഓപ്പറേഷൻ f plus g of a = f of a plus g of a and fg into a fg of a = f of a into g of a. Example 7, let R1, R2, etc. Rn be rings. We can use these to construct a new ring as follows. Let R1 direction, R2 direction, etc. direction Rn is equal to set of all A1, A2, etc. An such that A belongs to Ra. നമുക്ക് n റിങ്സ് ഉണ്ട്. ഈ റിങ്സ് ഉപയോഗിച്ചിട്ട് പുതിയൊരു റിങ് കൺസ്ട്രക്ട് ചെയ്യണം. R1 ഡയറക്ഷൻ, R2 ഡയറക്ഷൻ, etc. ഡയറക്ഷൻ Rn കണ്ടല്ലോ. അത് എങ്ങനെ എഴുതുന്നത് കണ്ടല്ലോ. n ടപ്പിളാണ്. such that A belongs to Ra and perform component wise addition and multiplication, that is define A1, A2, etc. Na plus B1, B2, etc. Bn equal to A1 plus B1
A2 plus B2 etc. AN plus BN. അതേപോലെ തന്നെ കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ A1 A2 etc. AN into B1 B2 etc. BN equal to A1 B1, A2 B2 etc. AN BN. This ring is called the direct sum of R1, R2 etc. R. ഇതിനെയാണ് ഒരു ഡെഫിനിഷനൂടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് സം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് റിങ്സ്. അവർ ഫസ്റ്റ് തിയറം ഷോസ് ഹൗ ദ പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ intertwine. We use B minus A to denote B plus minus A. Theorem 12.1 Rules of multiplication. Let A, B and C belong to a ring capital R, then A into 0 equal to 0 into A is equal to 0. അടുത്തത് A into minus B is equal to minus A into B is equal to minus of AB. മൂന്നാമത്തെ minus A into minus B is equal to AB. നാലാമത്തെ A into B minus C is equal to AB minus AC and B minus C into A is equal to BA minus CA. Furthermore, if R has a unity element 1, then minus 1 into A is equal to minus A. അടുത്ത minus 1 into minus 1 is equal to 1. ഓക്കെ, എ ബി സി 3 എലമെൻറ്റ്സ് ഒരു റിങ്ങിൽ നിന്ന് എടുക്കുന്നു. ഒന്നാമത് വി വിൽ പ്രൂവ് റൂൾസ് 1 and 2 and leave the rest as easy exercise. To prove statements such as those in theorem 12.1, we need only play of the distribute property against the fact that R is അതൊന്നും എഴുതണ്ട നിങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടി A into 0 is equal to 0 into A equal to 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A into 0 അല്ലെങ്കിൽ 0 into A ആണ് നമ്മുടെ 0 എലമെൻറ്റ്. ഓക്കെ, 0 എലമെൻ്റ് ആണ് നമുക്ക് കിട്ടുക A into 0 ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ A into നോക്കാം ക്ലിയർലി 0 പ്ലസ് A into 0 നമുക്ക് എന്ത് തന്നെ കിട്ടും? A into 0 തന്നെ കിട്ടും. ഈക്വൽ ടു A into 0 നമുക്ക് 0 പ്ലസ് 0 എന്ന് എഴുതാമല്ലോ. ഈക്വൽ ടു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പം A into 0 പ്ലസ് A into 0 എന്ന് കിട്ടും. സോ ബൈ ക്യാൻസലേഷൻ ഇപ്പോൾ അങ്ങേറ്റവും ഇങ്ങേറ്റം നോക്കിയിട്ട് ക്യാൻസലേഷൻ നടത്തുമ്പോൾ 0 is equal to A into 0 എന്ന് കിട്ടും. സിമിലർലി നമുക്ക് 0 into A is equal to എന്തെന്ന് കിട്ടും 0 എന്നും കിട്ടും. അടുത്തത് ടു പ്രൂവ് റൂൾ 2 വി ഒബ്സർവ് ദാറ്റ്. അപ്പോൾ രണ്ടാമത്തെ റൂൾ A into minus B is equal to minus A into B is equal to minus of AB. അതായത് എ ബിയുടെ ഇൻവേഴ്സ് ആണ് ഈ രണ്ടെണ്ണം എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വി ഹാവ് ഇങ്ങനെ എഴുതിയാൽ മതി. വി ഹാവ് A into minus B പ്ലസ് എ ബി ഈക്വൽ ടു എന്ത് കിട്ടും? A into minus B പ്ലസ് B ഈക്വൽ ടു A into 0 ഈക്വൽ ടു 0. അപ്പം എ ബിയുടെ കൂടെ A into minus B ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. സോ ആഡിങ് മൈനസ് ഓഫ് എ ബി ടു ബോത്ത് സൈഡ്സ് ഈൽസ്. അപ്പം മൈനസ് ഓഫ് എ ബി നമ്മൾ രണ്ട് സൈഡിൽ കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? A into അപ്പം റൈറ്റ് സൈഡ് കൊടുത്താൽ മതി. എ ബി മൈനസ് ഓഫ് എ ബി റൈറ്റ് സൈഡിൽ കൊടുത്താൽ ഇങ്ങേ അറ്റത്ത് എന്താവും? A into മൈനസ് ബി പ്ലസ് എ ബി മൈനസ് ഓഫ് എ ബി എന്ന് കിട്ടും. ഈക്വൽ ടു 0 മൈനസ് ഓഫ് എ ബി എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താവും? A into മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്ന് കിട്ടും. ഓക്കെ, ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്ത് എഴുതണം നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ. എന്നിട്ട് കിട്ടാത്തതുകൊണ്ട് എന്നോട് പറയുക.